80 ഗ്രാം പ്രോട്ടീനും ഒരു ഗീവ് അവേയും. ഈ ഒരു റെസിപ്പി കുക്ക് ചെയ്യാൻ മടിയുള്ളവർക്ക് വേണ്ടിയാണ്. ഈ ഒരു പാനിൽ തന്നെ നമുക്ക് 80 ഗ്രാമോളം പ്രോട്ടീൻ വരുന്ന 2 നേരത്തേക്കുള്ള മീല് നമുക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം. ഒരു നോൺ സ്റ്റിക് പാനിലേക്ക് നമ്മുടെ ഡയറ്റിന് ആവശ്യമായിട്ടുള്ള റൈസ് ഞാനിവിടെ 130 ഗ്രാം റോ റൈസ് ആണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 2 കോഴിമുട്ട, 250 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ്. ഞാൻ ഇത് എന്തായി കാണിക്കുന്നതെന്ന് കുറെ പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടായിരിക്കും. പക്ഷേ ഇതിന് ശരിക്കും നല്ല ടേസ്റ്റും ഉണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡിഷ് തന്നെയാണിത്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള പച്ചക്കറികൾ ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു സവോള മാത്രമേ എടുത്തിട്ടുള്ളൂ. കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ഗാർലിക് പേസ്റ്റ്, മസാല കൂട്ടുകൾ നിങ്ങളുടെ ഇഷ്ടത്തിന്. ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ആവശ്യത്തിന് വേണ്ടിയുള്ള ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഈ മീലില് എത്ര കാലറി, എത്ര കാർബോഹൈഡ്രേറ്റ്സ്, എത്ര ഫാറ്റ്, പ്രോട്ടീൻ എന്ന് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യുക. നമ്മൾ ഇതുവരെയായിട്ട് ഇൻഡക്ഷൻ ഓൺ ആക്കിയിട്ടില്ല. അതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കണം. എല്ലാം നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സ് ആവുന്ന പോലെ. ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ അതൊന്ന് ചൂടായി അത്യാവശ്യം നല്ലൊരു മണം വരുമ്പോഴത്തേക്കും 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിന്റെ അളവാണെങ്കിൽ ഏകദേശം 200 ml നമ്മളെടുത്ത റൈസിനും ചിക്കന്റെയും പാകത്തിന്. ഇനി ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഈ ഒരു സമയം നമുക്ക് ഓഫീസിൽ പോകേണ്ടവരാണെങ്കിലും കോളേജിൽ പോകേണ്ടവരാണെങ്കിലും നമുക്ക് അതിനുള്ള കാര്യങ്ങളിൽ റെഡിയാകാം. തിരിച്ചു വന്ന് അതൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം കുറച്ചു നേരം കൂടെ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കതെടുത്ത് കഴിക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചയ്ക്ക് ലഞ്ചിനും കൊണ്ടുപോകാനുള്ളത് ഈ ഒരു 20 മിനിറ്റ് തന്നെ റെഡിയായി. കാണുമ്പം ഏസ്തെറ്റിക് ലുക്കൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇതിന് നല്ല ടേസ്റ്റ് തന്നെയുണ്ട്. ഇത്രയും ചെറിയ സമയം കൊണ്ട് ഒരു പാത്രത്തിൽ 2 നേരത്തേക്കുള്ള മീല് അത്യാവശ്യം നല്ല ടേസ്റ്റിൽ തന്നെ ഉണ്ടായി വരും. ഇനി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അവസാനം നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിലും ഓക്കെയാണ്. ഇനി നമുക്ക് നമ്മുടെ ഗീവ് അവേയിലോട്ട് പോകാം. ഡോക്ടർ ചോയ്സിന്റെ ഈ മാസത്തെ നമ്മുടെ സ്റ്റാക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഗീവ് അവേ കൊടുക്കാം. 2 കിലോന്റെയും 750 ഗ്രാമിന്റെ 2 ഫ്ലേവർ വരുന്ന ബോക്സും ഒരു പീനട്ട് ബട്ടറുമാണ് നമുക്ക് വന്നേക്കുന്നത്. ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കമന്റ് ടൈപ്പ് ചെയ്തിട്ടതിന് ശേഷം അർഹതപ്പെട്ട ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ മാസത്തെ 2ാമത്തെ ശനിയാഴ്ച നമുക്ക് റിസൾട്ട് നോക്കാം. നമുക്ക് മീലെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് നേരെ ഓഫീസിലേക്ക് പോകാം. നമ്മുടെ ഓഫീസിൽ തന്നെയുള്ള നിരഞ്ജനയുടെ കല്യാണമാണ് നാളെ. ഇപ്പോഴാണ് ഓർത്തെ ഓഫീസിൽ നിന്ന് ലാപ്പ് എടുക്കാൻ മറന്നുപോയി. ഇനി ജിമ്മ് കഴിഞ്ഞിട്ട് തിരിച്ചൊന്നുകൂടെ ഓഫീസിൽ ചെയ്യണം. അപ്പൊ ഇന്ന് ഡേ 39 ഓഫ് മൈ ഫസ്റ്റ് മിനി കട്ട് സീരീസ് ക്വാഡ്സ് ഫോക്കസ് ചെയ്തുള്ള ലെഗ് വർക്കൗട്ട് ആയിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണമെന്നോട്ട് നിർബന്ധമില്ല. ഒന്നെങ്കിൽ നിങ്ങൾ എന്റെ പേര് ഓർമ്മ വെച്ചോളൂ, അല്ലെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്തോളൂ. നിങ്ങൾക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ഈ വീഡിയോ വന്ന് ചെക്കൗട്ട് ചെയ്യാം. സെറ്റ്സ് ആർ എപ്സ് ക്യാപ്ഷൻസിലുണ്ട്. വീൽസ് കാണുന്ന കണക്ഷൻ. ടാറ്റാ ബൈ.